കണ്ടോ മനസ്സ് കാണിക്കാം നോക്കി കണ്ടോ കണ്ടോ അവിടെ പോയി കണ്ടോ ഇവിടുന്ന് ഈ ഒരു തലഭാഗം കണ്ടോ ഈ ബോഡി വെച്ചതിൻ്റെ തലഭാഗത്ത് അവൻ മാന്തി എടുത്തു കണ്ടോ ഇത്രയും റൗണ്ടിൽ മാന്തി എടുത്തു കൈ കൊണ്ട് എന്താ അറിയില്ല കുറേ മാന്തി നോക്കി പക്ഷേ കിട്ടുന്നില്ല ഒന്നും കണ്ടെത്തുന്നു പക്ഷേ മണത്തിട്ട് അങ്ങോട്ട് പോയി അവിടെ എങ്ങാണ്ട് ബോഡി ഉണ്ടാവും വേറെയും ബോഡി ഉണ്ടാവും ചെയ്താ അവിടെ പോയി നിൽക്കുന്നുണ്ടോ ഈ ഒരു പ്രദേശം മൊത്തം അങ്ങനെ ബോഡി വെച്ചിട്ടേക്കും പക്ഷേ അവിടെ ഇത് കാണും ഇവിടെ ഉണ്ട് കുറേ നേരമായി മണത്തിക്കും ഈ ഒരു ഭാഗത്ത് എന്താ സ്മെല്ല എന്താ സ്മെല്ല ഉണ്ടോ ഇത് ഓടിക്കാറില്ല കുറയ്ക്കുന്നുണ്ടോ അതെന്തോ കണ്ടിട്ട് കുറയ്ക്കുക പക്ഷെ നമുക്കിത് അടച്ചിട്ടേ ഇപ്പം ഞാൻ ബെല്ലനെ കൂട്ടിക്കൊണ്ടുണ്ട് എന്താ പറയുക ബെല്ലനെ കൂട്ടിക്കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട് എന്താ പറയുക ഇവിടുന്ന് ഒരുപാട് സൗണ്ട് നേരത്തെ ഞാൻ കേട്ടും കണ്ടോ 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 ഇവൻ കളിക്കുന്നുണ്ടോ ആ ഒരു ബോഡീനെ വെച്ചില്ലേ ആ ഒരു ഭാഗത്തേക്ക് എന്നെ മണത്ത് പോവാണ് നേരത്തെ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ തലയ്ക്ക് ഭാഗത്തേക്ക് പോയി മണപ്പിച്ചു പിടിച്ചിട്ട് നിൽക്കുന്നില്ല ഭയങ്കര ശക്തി പിന്നെ അങ്ങനെ അരമണിക്കൂറായിട്ടില്ല പക്ഷേ ഇവൻ എന്താ സംബന്ധിച്ചറിയാം ഇവൻ ഓടി വന്നിട്ട് ആ ഒരു ബോഡി അടുത്തേക്ക് പോയി ഓടി വന്നിട്ട് എവിടെ നിന്നില്ല ഡയറക്റ്റ് ആ ബോഡി അടുത്തേക്ക് പോയി ബെല്ലിനെ വന്നതുകൊണ്ട് കുറച്ച് പക്ഷെ ഇവിടെ നിൽക്കുന്നില്ല ചട ഇല്ല ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു എന്താ പറയുക എനിക്ക് അതിശയം ബെല്ല ഇങ്ങനത്തെ ഒരു സംഭവം മണക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് ബെല്ലിനെ കൂട്ടാൻ പോയത് എന്താ പറയുക ഇപ്പോൾ ഒരു ധൈര്യമുണ്ട് ഇതിന് മുന്നേ ഇവനെ കൂട്ടാൻ പോകുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ ഭയങ്കരമായിട്ട് സൗണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഭയങ്കര സൗണ്ട് അത് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടോയെന്ന് അറിയില്ല റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് അല്ല ഇതല്ലോ ഇന്ന് ഭയങ്കര ഇത് അവിടേക്ക് പോകാൻ വേണ്ടിച്ച് ഇതല്ല അടങ്ങിയത് കണ്ടോ പറഞ്ഞാൽ കേൾക്കും പാവാണ് അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ചാടി വീണു ആ ഒരു ബോഡി അടുത്തേക്ക് അടങ്ങി വെക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കി ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന ശേഷം പക്ഷേ ഇവൻ ചാടി ആ ബോഡി എടുത്തേക്കാണ് പോണത് എന്തോ ഒരു സ്മെല്ല് ഇവർക്ക് കിട്ടുന്നുണ്ട് സത്യമാണ് ഇപ്പം ഞാൻ ലൈവായിട്ട് കാണിച്ചുതരാം ഇപ്പം എന്ത് ചെയ്യാൻ പോകുന്നത് ആ ബോഡിയുടെ അടുത്തേക്ക് എന്താ പറയുക ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ നേറ്റീവ് കമന്റ് ഇടുന്നത് ഒന്ന് വിചാരിക്കണം ഇത്രയും കഷ്ടപ്പെട്ട് ഒറിജിനൽ ആയിട്ടുള്ള ഒരു ശ്മശാനത്തിൽ വന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് കൂടെ എൻ്റെ പട്ടിയും അപ്പോൾ ഈ പട്ടിയെ കൊണ്ടുവരാൻ കാരണം ഞാൻ ഇപ്പോൾ ഫേക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഫേക്കായിട്ട് ചെയ്യുമ്പം പട്ടികൾക്ക് എന്തായാലും മണം പിടിക്കാൻ ഉള്ളൊരു കഴിവുണ്ട് അപ്പോൾ ഒറിജിനൽ ഉണ്ടെങ്കിൽ ബോഡി കുഴിച്ചിട്ട സ്ഥലത്ത് എന്തായാലും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ചൊക്കെ അത് ഇവർ കറക്റ്റായിട്ട് നമുക്ക് മനുഷ്യരെക്കാളും കൂടുതൽ പട്ടികൾക്ക് നായകൾക്കാണ് കൂടുതൽ അത് തിരിച്ചറിയാനുള്ള കഴിവുള്ളത് അപ്പം അതുകൊണ്ടാണ് ബെല്ലനെ ഞാൻ കൊണ്ടുവന്നത് എന്താ ബെല്ല അടങ്ങി അടങ്ങി അങ്ങനെ അതുകൊണ്ടാണ് ബെല്ലനെ കൊണ്ടുവരാൻ കാരണം ഇവിടെ വാ അതുകൊണ്ടാണ് ബെല്ലനെ കൂട്ടാൻ കാരണം ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്താ പറയുക നമ്മൾ ചെറിയൊരു ടെസ്റ്റ് നടത്തുക അപ്പോൾ കറക്റ്റ് ടൈം ഒരുപാടായി എന്ന് പറഞ്ഞാൽ 2 മണിയോ 2:30 കണ്ടായി നല്ല മഴ വരുന്നുണ്ട് മഴ ഒന്നൊന്നര മഴ ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതിനുള്ളിൽ ടെൻറ്റ് മൊത്തം ആ ഒരു സൈഡ് നനഞ്ഞു പക്ഷേ ഇതിനുള്ളിൽ വെള്ളമല്ല ഇപ്പം അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ കറക്റ്റ് സൗണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ ബെല്ലാം കൂടെ തന്നെ പോവാ കണ്ടോ നോക്ക് ബെല്ല കാക്കി നോക്കിയാ കണ്ടോ അവനെന്തോ ഒരു കിട്ടിയത് കണ്ടോ എൻ്റെ ദൈവം മാന്തി കൈകൊണ്ട് മാന്തണം കൈകൊണ്ട് മാന്തുന്നു കണ്ടോ
നോക്കിയേ, കേട്ടോ 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 കേട്ടോ, എന്തോ കണ്ടിട്ടില്ല അവന്, എന്തോ കണ്ടിട്ടുണ്ട്. കേട്ടോ 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 കേട്ടോ, അവിടേക്ക് ഇന്ന് പോകുന്നുണ്ട്. കേട്ടോ 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 ഇത് നോക്കി കണ്ടോ. ഒരു പട്ടി ഇങ്ങനെ കളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അതിനകത്തുണ്ടാവും. കണ്ടോ, ആ ഒരു ഭാഗത്തേക്ക് മാത്രമാണ് അവന്. ആ ഒരു ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ശ്മശാന ബോഡി കിടക്കുന്നത് തൊട്ട് ഫ്രണ്ടിലാണ് ഉള്ളത്. കളി കൈകൊണ്ട് മാന്താണ്, കൈകൊണ്ട് മാന്തി കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറിയോ, ഇത് തുറന്ന് നോക്കാം. ഈ ബോഡീൻ്റെ അടുത്തുനിന്ന് ബെല്ല എങ്ങോട്ടാ പോകുന്നത് നോക്കാം, എന്താ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഒരു പരീക്ഷണമാണ്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഫേക്ക് അല്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. മണപ്പിച്ച് പോകുന്നുണ്ടോ, നമ്മൾ ജസ്റ്റ് ഇതൊന്ന് തുറന്നിട്ട് ബെല്ല എന്ത് ചെയ്യുന്നു. എന്താ ബെല്ല ഇതാ തുറക്കാനേ. കണ്ടോ കണ്ടോ കണ്ടോ, അങ്ങോട്ട് തന്നെ പോണത്. പക്ഷെ പുല്ലാട ഒന്നും കാണുന്നില്ല. അവിടെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. ആ മൊത്തം മണപ്പിച്ചെടുക്കാം. ബെല്ല ബെല്ല ഈ ഒരു ഭാഗത്ത് എന്താണ് ചെയ്യാൻ നോക്കാം. അതിനെന്ത് ഫീൽ ആയി നോക്കാം. പട്ടികൾക്ക് എന്തായാലും സ്മെല്ല് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത്. കണ്ടോ കണ്ടോ കണ്ടോ, അവിടേക്ക് തന്നെ പോകുന്നത്. നേരത്തെ അവിടെ തന്നെ പോയത് ആ ഒരു ഭാഗത്ത്. ആ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് എന്തോ സ്മെല്ലുണ്ട്. കണ്ടോ കണ്ടോ കേട്ടോ, ഈ ഒരു ഭാഗത്ത് കണ്ടോ. അത് സൗണ്ട് തന്നെയാണ്, ആൾക്കാർ വെച്ച് തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നിൽക്കുന്നത് കേട്ടോ. അവിടേക്ക് തന്നെ പോകുന്നത്. വേറെ ഇങ്ങോട്ട് പോകില്ല. ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രം കുളിക്കുന്നു. കണ്ടോ, എന്തോ സ്മെല്ല് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായി കാര്യമായിട്ട് എന്തോ കിട്ടിയിട്ടുണ്ട്. വെല്ല വാ, നല്ല മഴ വരുന്നുണ്ട്. ചെന്തിയുടെ ഉള്ളിൽ കയറിയാലോ. വെല്ല വാ 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 വെല്ല വാ വാ. അവിടെ തന്നെ മണത്ത് ചെയ്യുന്നുണ്ടോ. കുറേ നേരം അവിടെ തന്നെ കറങ്ങി വയ്ക്കുന്നു. ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നു. വെല്ല എന്നാ ഞാൻ ബെല്ല കണ്ടോ ഇവിടെ തിരഞ്ഞ്. ഇപ്പോൾ ബെല്ല എന്താ ചെയ്തറിയോ, ഈ ഒരു ശ്മശാനം മൊത്തം ഓടി നടന്ന് മണപ്പിച്ച് കൊടുക്കുക. നമ്മൾ കണ്ടില്ലേ, മുൻപടില്ലേ. അപ്പോൾ ഇതുപോലുള്ള ബോഡികളൊക്കെ ഇത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെ പോയി മണപ്പിച്ച് കൊടുക്കുക. കൈയോട് മാന്തുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള ബോഡിയിൽ അവൻ തലഭാഗത്താണ് തോന്നുന്നു. അയാൾ വെച്ച തല ആ ഒരു ഭാഗത്ത് നേരേക്കായിരിക്കും. പക്ഷെ അവിടെ പോയി കൈകൊണ്ട് മാന്തി കുറേ നേരം മാന്തി ഒരു ചെറിയൊരു ഹോളിട്ട് തോളട്ട് അവിടെ ശേഷം അടുത്തൊരു ബോഡീനകത്തേക്ക് പോയി. ഇപ്പോൾ ആ മേലെ കണ്ടതിലേക്ക് അങ്ങോട്ട് മേലൊരു പറമ്പുണ്ട്. ഈ ഒരു ഭാഗം തന്നെയാണ്, ഈ ശ്മശാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവിടേക്ക് പോയി അവിടെ നിന്ന് മണപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വിളിച്ചാൽ ഓടിപ്പോയി വരും ഇങ്ങോട്ട്. എന്താ പറയുക, നമ്മൾ നായ്ക്കളുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൊട്ടക്ഷനാണ്. പന്നികളൊന്നും ഓടി വരില്ല. പന്നികൾ വരുന്നൊരു സ്ഥലമാണ്. ആ ഒരു കമ്പിവേലി കഴിഞ്ഞാൽ പിന്നെ അതിനോട് കൂടെ പന്നികളും കുറുക്കനൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഒരു മതിൽ ചാടി കടന്നിട്ട്. അതായത് ഇപ്പോൾ സേഫാണ്. ഇതിനുള്ളിൽ നായ ഉള്ളതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും നമുക്ക് നേടാൻ പറ്റും. അല്ല
ആ ഇവിടെ എത്തിയിട്ടുണ്ട്. ആളിവിടെ എത്തിയിട്ടുണ്ടോ? ബെല്ല വാ വാ ആ ബെല്ല ഡോ മണപ്പിച്ചുകൊണ്ടിരിക്കുക. അതാ കണ്ടോ കുറച്ചായിട്ട് വന്നു. ഇതാണ് ഇയാൾ ഓടിക്കളിക്കുകയാണ്. ഈ ഒരു ശ്മശാനം മൊത്തം ഓടിക്കളിച്ചിട്ട് സ്മെല്ല് അടിച്ചുകൊണ്ടിരിക്കും. കണ്ടോ അപ്പോൾ ഇതന്നെ പരിപാടി. സ്മെല്ല് എന്തോ കിട്ടുന്നുണ്ട് ഇയാൾ. എന്താ സ്മെല്ല്? എന്താ ബെല്ല ആ ഉണ്ടോ? ഇത് ഓടിക്കറില്ല, പാവാണ്. എന്താ പറയുക, എടാ ആ ഒരു ബോഡീൻ്റെ അടുത്തേക്ക് എന്നെ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നതാണ്. ആ ഒരു ബോഡീൻ്റെ അടുത്തേക്ക് കണ്ടോ കണ്ടോ പോണു വരിക തന്നെ പരിപാടി. കേട്ടോ കേട്ടോ കുറയ്ക്കുന്നുണ്ടോ? അതെന്തോ കണ്ടിട്ട് കുറയ്ക്കുക. പക്ഷെ നമുക്കിത് അടച്ചിട്ടേക്കാം. ഇനി നല്ല പുറത്ത് നിൽക്കട്ടെ കുറച്ച് നേരം. എന്താ പേടിയാണ് എന്തെങ്കിലും വല്ലാത്തൊരു അനുഭവം. ഇങ്ങനത്തെ ഒരു ശ്മശാനത്തിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ പറഞ്ഞാൽ വല്ലാത്ത അനുഭവമാണ്. മഴ വരുന്നുണ്ട്. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ 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 എല്ലാം എന്തോ കണ്ട് കുരയ്ക്കുന്നുണ്ട്. കേട്ടോ കേട്ടോ എന്തോ കണ്ടിട്ടാ കുരയ്ക്കുന്നത്. കേട്ടോ 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 അവനെന്തോ കണ്ടിട്ടുണ്ട്. അല്ല ചാടിയാണ്. കണ്ടോ ആ ബോഡി നിർത്തി പോയി. ആ ഒരു ബോഡി മാന്താൻ പോയതാണ്. കണ്ടോ ആ കുഴി, ശവക്കുഴി മാന്തുകയാണ് പകരം. ഇവിടെ എത്തി, തൊട്ട് ഫ്രണ്ടിലെത്തി. എന്തോ ചെയ്യണ്ട അവിടെ കാര്യമായിട്ട്. പക്ഷെ മാന്തി പുറത്തെടുക്കുന്നില്ല കുഴപ്പം. 6-7 അടി ഏകദേശം 2 മീറ്ററോളം താഴ്ചയുണ്ടല്ലോ. അപ്പോൾ കണ്ടോ ഓടിക്കളിക്കുന്ന പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ്. പഴയ ശവക്കുഴിയിൽ അങ്ങനെ പോയി വീണാൽ തീർന്നു. ഇതുപോലുള്ള അനുഭവങ്ങൾ എന്താ പറയുക കൂടുതലാദ്യം ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. നമ്മൾ പ്രേക്ഷകർക്ക് തന്നെ അവർക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടാൻ മാത്രമേ അറിയൂ. ഇങ്ങനത്തെ ഒരു സംഭവ സ്ഥലത്ത് വന്നിട്ട് നായ്ക്കളും കൂട്ടിയായിട്ട് വല്ലാണ്ട് ഒറ്റയ്ക്ക് കണ്ടോ ഇതിന് ചുറ്റും കിടന്നു വിടുക ബെല്ല. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി ബെല്ലനെ കൂട്ടി വന്നാൽ എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. അതുകൊണ്ടാണ് ബെല്ലനെ കൂട്ടി വന്നത്. പക്ഷെ കൂട്ടി കൊണ്ടുവരുന്ന ആ ടൈമിൽ തന്നെ അവന് കറക്റ്റായിട്ട് ആ ഒരു ബോഡിയിലെത്തേക്കാണ് പോയത്. പിന്നീട് അവിടെ പോയിട്ട് കൈകൊണ്ട് മാന്തുന്നു. അപ്പം നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ ഒന്ന് മനസ്സിലാക്കണം. എന്താ പറയുക, നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതിന് കുറച്ച് മുന്നേ. ഇപ്പോൾ ബെല്ലനെ കൂടി കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ബോഡിയായിട്ടില്ലേ, ബെല്ല പോയിട്ട് ആ ഒരു ബോഡി അടുത്തേക്ക് പോകാൻ കാരണം നമ്മൾ വേറൊന്നും ചെയ്ത് വെച്ചിട്ടല്ലോ, ഒറിജിനൽ ആയിട്ടുള്ളൊരു ശവമാണ്. അവിടെ പോയിട്ട് മാന്തെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്മെല്ല് കിട്ടിക്കണം. ഏകദേശം 1 മാസം കൊണ്ടായിട്ടുള്ളൂ തോന്നുന്നു ഈ ഒരു ബോഡി വെച്ചിട്ട്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്. കേട്ടോ ഈ ഒരു ടെൻറ്റിൻ്റെ ചുറ്റുമാണ് അവിടെ കയറുന്ന ഓടിക്കൊടുക്കണം. ബെല്ല അവൻ കുറേ ദൂരെ കുരയ്ക്കുന്നുണ്ട്. കേട്ടോ മേലെ കണ്ടു പോയി. ബെല്ല കുറേ ദൂരെ പോയി. ബെല്ല അത്രയും ദൂരെ പോയി കുറച്ചിട്ട് ഇപ്പോൾ വരികയാണ്. എവിടെയൊക്കെ പോയി മാന്തിയെന്ന് അറിയില്ല കൈ കൊണ്ട്. കേട്ടോ ചുറ്റിനും കിടന്നു. എന്താ പരിപാടി? ഞാൻ എന്താ പ്രശ്നം? എനിക്ക് എന്തോടോ എൻ്റെ അമ്മ അതിശയടാ കിടന്ന് ഓടുന്നു ഒറ്റയ്ക്ക്. കേട്ടോ ദൂരെ പോയി എന്ന് കളിക്കുന്നു. എന്തോ സിഗ്നലാണ് ഇതൊക്കെ. എന്തോ സിഗ്നലാണ് നമ്മളെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഇതിനുള്ളിൽ കയറിയിട്ട് കുറെ മാന്തിയിട്ട് അവൻ പുറത്തേക്ക് പോയിട്ട് കറങ്ങി ഇത് ടെന്നിന് ചുറ്റും കറങ്ങുന്നു. എന്നിട്ട് നേരെ പോയി കുറയ്ക്കുന്നു. കേട്ടോ കുറയ്ക്കാണ് അവന്. ഉണ്ടോ ഇപ്പൊ ഇവിടെ ഇല്ല, നേരെ പോയി അവിടെ എന്തോ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് ഇവനുള്ളിൽ കയറിയിട്ട് പോവുക. പിന്നെ ഇത്തരം സംഭവ സ്ഥലത്തൊക്കെ വരുമ്പം മനുഷ്യർക്കും എഫക്ട് ചെയ്യും. അവർ തന്നെ നായകൾക്ക് എത്തി
എൻ്റെ ദൈവം എത്ര നായ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. എൻ്റെ അമ്മേ ഉണ്ടോ മാന്തുന്നു, മാന്തി എടുക്കുന്നതാ, മാന്തി എടുക്കുന്നു. കണ്ടോ 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 എത്ര കറക്റ്റാണ് നോക്കി മാന്തി എടുത്തതാ കൈ കൊണ്ട്. കണ്ടോ കണ്ടോ എന്തോ ആയിരുന്നു തിന്നുണ്ടാവുന്നു. എന്തോ അടുത്ത് തിന്നു. എന്തോ മാന്തി കൊണ്ടുപോയി തിന്നുണ്ടായിരുന്നു. ഇനി എങ്ങനെ അതിനെ തൊടും? എന്തോ ഒരു സാധനം ഉണ്ട് അവൻ്റെ കയ്യിൽ. പാമ്പോ എന്തോ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എവിടെ പോയി പിടിച്ചിട്ട് വന്നോ? ഇനി ഉള്ളിൽ കയറണം. അവിടെ കിടക്കും പുറത്ത്. ഇതുപോലുള്ള സംഭവങ്ങൾ എടുത്ത് എന്താ പറയുക, മൃഗങ്ങൾക്കും എഫക്റ്റ് ചെയ്യും, മനുഷ്യനും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം. അതൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു എഫക്റ്റ് ചെയ്യും. എന്തെങ്കിലും കണ്ട് പേടിക്കുകയോ അല്ലെങ്കിൽ പനി പിടിച്ച് വരാൻ പോകാൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിലുള്ള ഒരു സംഭവം ഒറിജിനലായിട്ട് ഉള്ള ഒരു സ്ഥലമാണിത് കുഴിമാടം എന്ന് പറഞ്ഞാൽ. ഇഷ്ടം പോലെ ശവങ്ങൾ ഇവിടെ മറവ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ. നമ്മളൊരു ഈ പുല്ലുള്ളതുകൊണ്ടാണ് കാണാത്തത്, അല്ലെങ്കിൽ കറക്റ്റ് വരിവരിയായിട്ട് ശവങ്ങൾ മറവ് ചെയ്ത സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ സിംഗിളായിട്ട് ഒറ്റൊന്നും വെച്ചത്. പക്ഷേ ഇതിന് മുന്നേ മഴ പെയ്തിട്ടൊക്കെ മാഞ്ഞു പോയത് ഒരുപാടുണ്ട്. നേരത്തെ ആ ബെല്ല പോയി നിന്നതൊക്കെ അത്തരത്തിലുള്ള ഒരു കുഴിമാടത്തിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ ടൈം ഇവിടെ നിൽക്കാൻ പറ്റില്ല. എന്താ പറയുക, ബെല്ല എന്തെങ്കിലും ഒപ്പിച്ചു കൂട്ടും. ഈ പട്ടി ഇതിൻ്റെ മേലെ ഈ ഒരു ശ്മശാനത്തിൽ പട്ടി എങ്ങനെ വന്നു എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്താ പറയുക, ചില ആൾക്കാരൊക്കെ ഇപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിയ സമയമാണ്, പക്ഷേ പട്ടി ഇവിടുന്ന് കുരയ്ക്കുകയോ ചെയ്താൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ എന്തായാലും ശ്രദ്ധിക്കും. അതുകൊണ്ട് നമ്മളിവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ബൈ ബൈ. ഇത്രയും പെട്ടെന്ന് ഈ ശ്മശാനത്തിൽ നമ്മൾ എങ്ങനെയാണ് വന്നത്, മതിലിയാടി വന്നത്, അതുപോലെ തന്നെ റിട്ടേൺ പോകണം. ബെല്ലനെ കൊണ്ടുവന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചൊരു ടൈം ഇവിടെ നിൽക്കാനും. ബെല്ല കുറച്ച് പ്രശ്നമാണ്. എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിന്ന് നോക്കണ്ടാവും അവിടെ. എത്രയും പെട്ടെന്ന് എല്ലാം പിടിച്ചിട്ട് പോട്ടെ.